മെമ്പറേ മെമ്പറേ മെമ്പറെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ ധൈര്യമായിട്ട് പറയടാ. മറ്റേ അതിജീവിതയുടെ കേസിന്റെ വിധി നാളെ വരും. അതിജീവിതയുടെ കേസ് നമുക്ക് അനുകൂലമായിട്ടേ വിധി വരുള്ളൂ. നാളെ കോടതിയുടെ മുന്നിൽ ആ വൃത്തികെട്ടവനെതിരെ ഫ്ലെക്സുകളും ബാനറുകളും കൊണ്ട് നിറയണം. പിന്നെ നമ്മുടെ വകയായിട്ട് ഒരു പ്രതിഷേധ ജാഥയും ഒരു കോലം കത്തിക്കലും കൂടെ ആയിക്കോട്ടെ. ആ ശരി. ഞാൻ വാസുദേവനാ. വാസു എടാ, നാളെ ജയിലിൽ നിന്ന് കുറ്റമുക്തനായിട്ട് ഇറങ്ങുന്ന യുവാവില്ലേ, നമുക്ക് അവനുണ്ടല്ലോ ഒരു ഗംഭീര സ്വീകരണം കൊടുക്കണം കേട്ടാ. ആ ജംഗ്ഷനിൽ തന്നെ പൂമാല വേണം. ഗുണ്ട പൊട്ടിക്കട. നമുക്ക് ഇതൊക്കെയല്ലേ ചാൻസ് ഉള്ളൂ. ഗുണ്ടെന്തിനാ ഇയാളെ മലത്തിൽ കിടത്തി അണ്ണാക്കി വെച്ച് പൊട്ടിക്കാനും. മെമ്പറായിട്ടുള്ള പ്രഥമ വാലന്റൈൻസ് ഡേ ആണ് ഈ വരാൻ പോണം. നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു പരിപാടി പിടിക്കണം. നീ പ്ലാൻ ചെയ്തോ കൊച്ചാപ്പി. നമുക്ക് ഗംഭീരായിട്ട് ഒരു കാർഷിക ഉത്സവം അറേഞ്ച് ചെയ്തിട്ട് വിത്ത് വിതരണം നടത്താം. എങ്കിൽ പിന്നെ ഒരു കാളപൂട്ടലും കൂടെ അങ്ങ് നടത്താം. ഗുഡ് ഐഡിയ. എന്റെ പൊന്നു മെമ്പറെ, ഇത് വാലന്റൈൻസ് ഡേ അല്ലാണ്ട് കാർഷിക മേളയല്ല. എടാ, പിള്ളേരൊക്കെ ഈ കൃഷിയിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ അവർ റീൽസ് ഇടണം. പ്രണയം കാർഷിക വൃത്തിയോട് മാത്രം. ഞാൻ പുല്ല് നല്ലൊരു കൃഷിയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ടു റാണീസ് വേൾഡ്. ഇന്നൊരു സംഭവം ഉണ്ടായിട്ടോ, അത് പറയാനാണ് ഞാൻ പെട്ടെന്ന് ഈ വ്ലോഗ് എടുക്കുന്നത്. ഇന്ന് നമ്മുടെ BTVയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ വരുന്നേ, അത് വെച്ചിട്ടായിരുന്നു ആ ഇന്റർവ്യൂ. അതിൽ വന്ന ആങ്കർ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഞാൻ സിംഗിൾ ആണോ അതോ എനിക്ക് വല്ല റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നൊക്കെയാണ്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ സിംഗിൾ ആണ്. പക്ഷെ നല്ല വൈബായ ഒരാൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. എന്റെ വൈബൊക്കെ ഞാൻ മാറ്റി തരുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ DM ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇടാമേ. എന്താ? അല്ല, ഞാൻ മെമ്പറെ കാണാൻ വന്നാ. അതിനിത് മെമ്പറിന്റെ മുറിയല്ലല്ലോ, അപ്പുറത്തല്ലേ? രാവിലെ തന്നെ ഭയങ്കര ചൂടിലാണല്ലോ. എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവോ? റാണി, നിനക്കറിയാവുന്ന എനിക്കറിയില്ല. ഞാൻ എൻ്റെ മുറിയിൽ കിടന്നതിന് കൂടുതൽ ഈ മുറിയിലാണ് കിടന്നത്. എന്നോടാ നീ ഇറങ്ങിപ്പോകാൻ പറയുന്നത്? എന്റെ പൊന്നു സുജിത്തെ, മനുഷ്യനെ മെനക്കെടുത്താതെ ഒന്ന് ഇറങ്ങിപ്പോവോ പ്ലീസ്? റാണി, ഇറ്റ്സ് നോട്ട് സുജിത്ത്, ഐ എം സുരജിത്ത്. അല്ല, അത് വിളിക്കാനുള്ള ഫ്രീഡം ഞാൻ നിനക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ഇക്കണക്കിനാണെങ്കിൽ നിന്നെ ഞാൻ പലതും വിളിക്കും. റാണി, നീ എന്തിനാ അവോയ്ഡ് ചെയ്യുന്നേ? കുഞ്ഞുനാൾ പോലെ ഒന്നിച്ച് കളിച്ച് വളർന്നല്ല നമ്മള്. കുഞ്ഞുനാള് നമ്മൾ പലതും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പോഴും അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ച ഇറങ്ങിപ്പോടാ എന്റെ മുറിയിൽ നിന്ന്. ഞാൻ പൊക്കോളാം. അല്ല, വാലന്റൈൻസ് ഡേ ആയിട്ട് എന്ത് പരിപാടി? വാലന്റൈൻസ് ഡേ ആയിട്ട് എനിക്ക് പല പരിപാടികളും കാണും. അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇറങ്ങിപ്പോ. ചൂടാകണ്ട, ഞാൻ പൊക്കോളാം. അതെ അതെ അതെ. എനിക്കാണെങ്കിൽ ഇപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ച പിന്നെ ഫോൺ താഴെ വെക്കാൻ നേരം കിട്ടത്തില്ല. മറ്റേ കക്ഷിയാ, ഒന്നും പറയണ്ട. ഒരു പൂച്ചക്കാളി പോലും തിരക്കാനും ഇല്ല, ഫോണിലും വിളിക്കാൻ ആളില്ല. കാണാം. ഞാനിപ്പോ വിളിക്കാവേ. മെമ്പറെ, നമ്മുടെ ഈ വാലന്റൈൻസ് ഡേക്ക് നമ്മുടെ ഈ പഞ്ചായത്തിലെ കമിതാക്കളെല്ലാം കൂടി ഒരു പരിപാടി നടത്തണുണ്ട്. മെമ്പർ ഒന്ന് ഉദ്ഘാടനം ചെയ്യണം. കമിതാക്കള് നടത്തുന്ന പരിപാടി? അതെന്ത് പരിപാടിയാ? വല്ല ചുമര സമരം പോലത്തെ പരിപാടി. അയ്യേ, അതൊക്കെ വിവാദമാകത്തില്ലേ? എന്റെ ഇമേജ് പോകത്തില്ലേ? എന്റെ പൊന്നു മെമ്പറായി, ഇനിയെങ്കിലും ഒന്ന് പുരോഗമനമായിട്ട് ചിന്തിക്കുക. നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ വോട്ട് വേണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ പോകണം. ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണവരെ അവർക്ക് വോട്ട് കൊടുക്കുള്ളൂ. എന്നാലും അതൊക്കെ മോശമല്ലേ? എനിക്കാണ് ഈ പ്രണയമെന്ന് കേൾക്കുന്നതേ കലിയ. ആദ്യം സ്വന്തം മനസ്സിൽ കുറച്ച് പ്രണയം ഉണ്ടാവണം. അതില്ലെങ്കിൽ ഇതില്ലാത്തവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടാ കൊച്ചാപ്പി, ഈ ചിലർക്കുണ്ടല്ലോ പ്രണയം എന്ന് പറയുന്നത് കാര്യം നേടിയെടുക്കാനുള്ള ഒരു വസ്തുവാണ്. അങ്ങനെയുള്ളവർക്കൊന്നും പ്രണയത്തെ പറ്റി പറയാനായിട്ട് യാതൊരു അവകാശവും പറയാണ്ട് എന്റെ മുഖത്ത് നോക്കി പറ. പിന്നെ നിങ്ങൾ ഇത്ര നേരം അവിടെ നോക്കിയാ സംസാരിച്ചോണ്ടിരുന്നത്? പ്രണയത്തെ പറ്റി എനിക്ക് പറയാൻ ഒരു സാധനം ഇല്ലാന്നാണ് വിചാരിച്ചത്. നിങ്ങൾക്കൊരു യോഗ്യതയില്ല. ഇത്ര നാളെ നിന്റെ ഒപ്പം നടന്നില്ലേ? പ്രണയത്തെ പറ്റി വല്ലതും പറയാണെങ്കിൽ ഞാൻ പറയും, എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. അയ്യോ, പ്രണയത്തെ പറ്റി പറയാൻ യോഗ്യത ഉള്ള ഒരു മുതല് നിൽക്കുന്ന കണ്ടില്ലേ? നിങ്ങൾക്ക് എന്ത് യോഗ്യതയാ ഉള്ളത്? നീ എന്ത് കണ്ടിട്ടാ ഉൾപ്പില്ലാണ്ടിരിക്കണേ? ഇത് ഞാനും ഭാര്യയും ഭർത്താവും എന്നുള്ള ഇതാണ്. ഒരു ഭാര്യയും ഭർത്താവും? അതെ, അവനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ചങ്കാണ്. ഇന്നലെ വരെ ഇതൊന്നും കണ്ടില്ലല്ലോ, ചങ്കും ചുങ്കും ഒക്കെ.
അവൻ ഇത്ര നാളെ എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇനി എന്റെ കൂടെ ഉണ്ടാകും, എന്റെ കൂടെ ചങ്കായിട്ട് ഞാൻ നിന്നെ 10-25 കൊല്ലമായിട്ട് അറിയണതല്ലേ, നമ്മൾ ഒരുമിച്ച് കഴിയണത്. ഇവനൊക്കെ ഇന്നലെ ഇന്നോന്നാണ് ഞാഞ്ഞുള്ളടുത്താണ് നിന്റെ ഓരോ കാട്ടം. നിങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന അന്ന് നിങ്ങളുടെ പ്രണയം തീർന്നു. പ്രണയം പറഞ്ഞോട്ട് എന്നെ പറ്റിക്കാൻ നോക്കണ്ട. നിങ്ങളുടെ പ്രണയത്തിൽ ഇനി ഞാൻ വീഴത്തില്ല. നാട്ടുകാരിയായിരിക്കും ഞാൻ വല്ലതും വിളിച്ചു പറയും. എന്താടാ നീ ഉണ്ടല്ലോ മെമ്പറല്ല, എന്ത് കുമ്പറായാലും ശരി. കൊടുക്കരുത്. എന്തൊക്കെ രണ്ടെണ്ണം കൂടെ വർത്താനം പറയണായിരുന്നു. വന്നേക്കൊന്നു അവള് പ്രണയത്തെ പറ്റി പറയാനായിട്ട്, അത് എന്റെ അടുത്ത്. ദേഷ്യപ്പെട്ടിരിക്കുമ്പോ നിന്നെ കാണാൻ ഒറ്റ പുളിയറാണ്. സുജിത്തേട്ടാ, എന്തോ ശരിക്കും ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ എന്നെ കാണാൻ നല്ല ഭംഗിയാണോ? ദേഷ്യപ്പെട്ടിരിക്കുമ്പോ നിന്നെ കാണാൻ ഒട്ടിപ്പുളിയ. എന്നിട്ട് എന്താ ചേട്ടൻ എന്നോട് ഇഷ്ടം പറയാത്തത്? ഇപ്പോഴും എന്താ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നേ? അതിനുള്ള ധൈര്യം എനിക്ക് കിട്ടുന്നില്ല റാണി. അപ്പൊ പിന്നെ നമ്മളെങ്ങനെ ഒരുമിക്കും? അതൊക്കെ ഞാൻ നടത്തും. എന്നെ ഒരാൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. ഈ വാലന്റൈൻസ് ഡേക്ക് എന്നോട് ഇഷ്ടമാണെന്ന് പറയൂ, ഞാൻ കാത്തിരിക്കും. പറയും, പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ എങ്ങനെയാന്ന് കൊടുക്കുന്നേ? എന്താടാ ഒന്നുമില്ല. എന്താ ഒരു പരിങ്ങല്? ഒന്നുമില്ല. സത്യം പറയടാ, എന്താടാ എന്റെ കയ്യില്? കയ്യിലൊന്നുമില്ല. കയ്യിൽ എന്താടാ ഒരു പരിങ്ങല്? ദേഷ്യപ്പെടുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ കാണാൻ? ഹാപ്പി വാലന്റൈൻസ് ഡേ വിത്ത് ലവ്. സത്യം പറയടാ, എന്താടാ? ഇതൊന്നും ആർക്കുമില്ല. പിന്നെ ഇതാർക്കാ? ആർക്കുമില്ല. എന്താടാ ആർക്കുമില്ല എന്ന് വെറുതെ ഒരാളെ വാലൻസ് ഡേന്റെ ഒന്നും എഴുതൂലല്ലോ. സത്യം പറ. അങ്കിള് തരാൻ പറ. എനിക്കാരാണ് ഇവിടെ തരാനായിട്ട്? ഒന്ന് ആലോചിച്ച് നോക്ക്. ആലോചിക്കാനാ? ദേഷ്യപ്പെടുമ്പോൾ എന്തു ഭംഗിയാണെന്നറിയാമോ കാണാൻ? ഹാപ്പി വാലന്റൈൻസ് ഡേ വിത്ത് ലവ്. ദേഷ്യത്തോടെ ഇരിക്കുമ്പോ എന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ? ദേവു, നമ്മൾ എത്ര നാളായില്ല ഇങ്ങനെ പരസ്പരം വർത്താനം പറഞ്ഞിരുന്നിട്ട്? ഞാനേ നമ്മുടെ പണ്ടത്തെ വാലന്റൈൻസ് ഡേ ഒക്കെ ഓർക്കുമായിരുന്നു. എന്ത് രസമായിരുന്നല്ലേ? നമുക്ക് അതേപോലെ ഇനി ആഘോഷിക്കാമല്ലോ. എങ്ങനെ? റാണിമോൾ അറിയണ്ട, നമുക്ക് രണ്ടുപേർക്കും കൂടെ എവിടെയെങ്കിലും പോവാം. അയ്യോ വേണ്ട, പാർട്ടിക്കാർ അറിഞ്ഞ പ്രശ്നം. എടി പാർട്ടിക്കാരെന്തറിയാം, നീ ഞാനും ഭാര്യയും ഭർത്താവൂല്ലേ? അപ്പൊ നമ്മൾ രണ്ടുപേരും പോയിന്ന് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെയല്ലേ നമ്മൾ ഒരുമിച്ചിരിക്കണേ. എന്നാ പോയേക്കാം. പോവാൻ ദേവു? പോവാം മാസേട്ടാ, പോവാം. ഹലോ ലവ് ബേർഡ്സ്, അപ്പൊ ഇതാണ് രണ്ടുപേരുടെയും പണി. കൊള്ളാലോ. ഇത് കേട്ടോ വാസോട്ടാ, ഈ പെണ്ണ്
നാട്ടുകാരുടെ മുമ്പിൽ തല്ലും, വീടിന്റെ അകത്ത് പ്രേമവും, അല്ലേ? അച്ഛനൊന്നും പറയാനില്ല. എന്ത് പറയാനാ? എന്തായാലും ഈ ഒരു അസുലഭ നിമിഷത്തിൽ നമുക്കൊരു വാലന്റൈൻസ് ഡേ സെൽഫി എടുക്കാം. ഓക്കെ, അപ്പം ഒരുമിച്ച് പറഞ്ഞേ ഹാപ്പി വാലന്റൈൻസ് ഡേ.